അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പൗർണമി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മ വഴിയാണ്. ഞാൻ മാർച്ച് 2024 ജൂൺ 8 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവ് ഈശോപ്പെ നൽകിയ വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2024 മാർച്ചിലാണ് +2 കഴിഞ്ഞിറങ്ങിയത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിരിക്കെ മാതാവിനോട് ഈശോപ്പയോടും പ്രാർത്ഥിച്ച് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഏപ്രിലിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എറണാകുളത്താണ് പോയത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് B1 വരെ ഞാൻ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ മാതാവ് ഈശോപ്പയും തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, നീ ഉദ്ദേശിച്ച കോഴ്സല്ല നീ അവിടെ പഠിക്കാൻ പോകുന്നത്, നീ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഡ്രോപ്പ് ചെയ്, നീ ഡിഗ്രി പഠിക്കാനാണ് പോകുന്നത്, അതിലേക്ക് നീ മാറ് എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ വെച്ച് ജർമ്മൻ ലാംഗ്വേജ് മാതാവിനോ ഈശോപ്പയുടെ അനുഗ്രഹത്താൽ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ജാനുവരിയിൽ ഞാൻ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഏജൻസിയെ പറ്റി അറിയാൻ പറ്റി. ഞാൻ അങ്ങനെ ആ ഏജൻസിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ മാർച്ച് 10 എൻ്റെ 2025 മാർച്ച് 10 ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ആ ഏജൻസിയിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു. അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഉഴപ്പിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം എന്നെ മാതാവിൻ്റെ ഈശോപ്പയുടെ മകളായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഉടമ്പടിയിൽ ഉഴപ്പി പോകുമ്പോഴും തിരിച്ച് എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കെ മെയിൽ എനിക്ക് ഒരു ഓഫർ ലെറ്റർ വന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അതെന്തോ കാരണത്താൽ എനിക്ക് അവിടുന്ന് അത് റിജക്റ്റായി പോയി. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത് എനിക്ക് അപ്രൂവായി കിട്ടിയില്ല. പക്ഷേ ആ ടൈമിൽ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് മെയിൽ വന്നു. അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ ഓഫർ ലെറ്റർ കിട്ടി. ഞാനത് മാതാവിൻ്റെ ഈശോപ്പേന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞു, പൗർണമി നമ്മൾ ഇത്ര വീക്കിനുള്ളിൽ 2 വീക്കിനുള്ളിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓസ്ട്രിയ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഞാൻ കൊറിയർ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്രൂവായി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്തതിനേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ജപമാല എല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു. ഉപവാസം എടുക്കുമായിരുന്നു, ധ്യാനം കൂടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് RP പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. ഡിസംബർ 30 അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തു. ഡിസംബർ 30 ചൊവ്വാഴ്ച എനിക്ക് RP അപ്പോയിൻമെൻറ്റിന് ഡൽഹിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ 29 ഇവിടുന്ന് ഡൽഹിക്ക് പോയി. അവിടെ ചെന്നിട്ടും എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് എന്താണ്, ഞാൻ ഇതുവരെ ഞാൻ അതുവരെ പോയിട്ടില്ല, എനിക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈശോപ്പ എൻ്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി. ഫോണൊന്നും അലോഡല്ല. ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാൻ തൈലവും പൂശി ഉപ്പ് വായിൽ കഴിച്ചു. അത് കഴിഞ്ഞ് തൈലവും ഇതാക്കിയിട്ട് ഞാൻ കയറി കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ എനിക്കറിയില്ല അവിടെ എൻ്റെ പേപ്പർ മേടിക്കാനിരുന്നത് മാതാവാണ്. അതേപോലെ ഒരു അമ്മയായിരുന്നു. മാതാവിൻ്റെ അതേ കളർ ഡ്രസ്സിട്ട് അതേ രീതിയിലായിരുന്നു എന്നോട് അവർ പെരുമാറിയത്. എന്നോട് ഒരു രീതിയിലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ എന്നെ ഇതുവരെ അറിയാതെ ആ ഒരു രീതിയിലൊന്നുമല്ല പെരുമാറിയത്. മാതാവ് തന്നെയാണ് എന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ കഴിവിനാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൻ്റെ ഈശോപ്പയുടെ കൃപയാൽ മാത്രമാണ് എനിക്കെല്ലാം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ജാനുവരി 4 വീട്ടിലേക്ക് വന്നു. ജാനുവരി 4 കഴിഞ്ഞ് 1 മന്ത് എടുക്കും നമ്മുടെ RP അപ്രൂവൽ വരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 1 മന്ത് ആയിട്ടും എൻ്റെ RP അപ്രൂവൽ വന്നില്ല. ഫെബ്രുവരിയിലും വന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ അതെല്ലാം മാതാവ് ഈശോപ്പയിൽ ഞാൻ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഈശോപ്പയും എനിക്ക് തന്നതാണത്. ഞാൻ അതുവഴി ഞാൻ മാതാവ് ഈശോപ്പയിലും കൂടുതൽ അടുത്തു. എനിക്ക് മാതാവ് ഈശോപ്പയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കെ മാർച്ച് 10 ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും സായന പ്രാർത്ഥനയിലും അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് RP അപ്രൂവൽ തരുന്നതെന്നാണ്. പക്ഷേ അതെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 10 ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൗർണമി
1 വീക്കിനുള്ളിൽ RP അപ്രൂവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യാനേ പറ്റൂ, നമുക്ക് ഇതിലൊന്നും ചെയ്യാനൊക്കത്തില്ല. പുതിയതായിട്ട് ഒന്നേന്നും പറഞ്ഞ് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് പൈസ എല്ലാം അതേപോലെ മുടക്കി RPക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിൽ പോയി. ഇതൊക്കെയായിരുന്നു അവർ അന്നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, മാതാവ് ഷോപ്പേയും തരും, 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് RP അപ്രൂവൽ കിട്ടും, ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, പൗർണമി യൂണിവേഴ്സിറ്റി അല്ല RP അപ്രൂവൽ തരുന്നത്, മജിസ്ട്രേറ്റ് ആണ് RP അപ്രൂവൽ തരുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മജിസ്ട്രേറ്റിന് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഒപ്പിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനം തീരാറായ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും. അത് വിസയുടെ കാര്യവും പറഞ്ഞിട്ടാണ്, പഠിക്കുന്നതിനെ പറ്റിയിട്ട്, വിദേശ പഠനത്തെ പറ്റി പറഞ്ഞിട്ടാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് 1 വീക്കിനുള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും, അത്ഭുതം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് വിശ്വാസമായി, മാതാവ് ശോഭ എനിക്ക് തരും. ഞാൻ കൈവിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, കൊന്ത ചൊല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട്, എല്ലാം ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർച്ച് 17-ാം തീയതി 1 വീക്ക് ആയ സമയത്ത്, മാർച്ച് 17-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ തിരിയിൽ 7 എന്ന് തെളിഞ്ഞു. 7 എന്നുള്ളൊരക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല 7 എന്താ വന്നേ എന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മാർച്ച് 17-ാം തീയതിയാണ് 1 വീക്ക് ആവുക. പക്ഷേ അന്നേരവും എനിക്ക് RP അപ്രൂവൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതെല്ലാം വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അന്നും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടില്ല. മാതാവ് ഷോപ്പ എനിക്ക് ഇന്നല്ലേ തരാമെന്ന് പറഞ്ഞ് ഞാൻ തന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പരാതി പറയാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പള്ളിയിൽ പോയി എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് 18-ാം തീയതി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി. എൻ്റെ പ്രാർത്ഥനയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെല്ലി. അതിന് എനിക്ക് വേണ്ടിയിട്ട്, എനിക്കും അമ്മയ്ക്കും ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതി ഞങ്ങൾ ബുധനാഴ്ച ഒരു വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ലോണിൻ്റെ ആവശ്യത്തിന് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു. അപ്പോൾ കോൾ വന്നതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൗർണമി നമുക്ക് IELTS ഒന്നും കൂടെ നോക്കാം, IELTS നോക്കിയിട്ട് നമുക്ക് അത് ഒന്നും കൂടെ ചെയ്യാം. പക്ഷേ ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. മാതാവ് ഈശോപ്പയും തരുമെന്നുള്ള അവർ മുൻകൂട്ടി ഇത് വിചാരിച്ചു, പൗർണമിക്ക് ഇത് കിട്ടില്ല, ഇതൊരിക്കലും കിട്ടില്ല, കാര്യം കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന്, അവസാന നിമിഷത്തിൽ അതൊരിക്കലും കിട്ടില്ല എന്ന് അവരിതാക്കി. പക്ഷേ ഞാനൊരിക്കലും ഇതാക്കില്ലേ, ഞാനും എൻ്റെ അമ്മയെ ഉറച്ചു വിശ്വസിച്ചു മാതാവ് അത് തരുമെന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അവർ മാർച്ച് 18-ന് എന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കോൾ എടുക്കാം. പക്ഷേ എങ്കിലും വിചാരിച്ചു കോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കോൾ എടുത്തതും അവരെന്നോട് പറഞ്ഞത്, പൗർണമി നിൻ്റെ RP അപ്രൂവൽ വന്നു കേട്ടോ, ഇപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ ആ വീട്ടിൽ, ആ ലോൺ എടുക്കാൻ പോയി ആ വീട്ടിൽ നിന്നതും അമ്മ വഴി ഉടമ്പടി എടുത്ത ആൻറ്റി ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി മാതാവിനോട് മുത്തൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓടി അമ്മ അവിടെ നിർത്തിയിട്ട് വീട്ടിൽ പോയി ഞാൻ മാതാവിൻ്റെ മെഴുകുതിരി പ്രതീക്ഷണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ചെല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഈശോപ്പോടും പറഞ്ഞിട്ടാണ് RP അപ്രൂവൽ വന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞു. എൻ്റെ അച്ഛനോട് പോലും ഞാൻ പറഞ്ഞത് RP അപ്രൂവൽ മാതാവിനോട് ഈശോപ്പോടും പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ വലിയ അനുഗ്രഹം എന്നെ സഹായിച്ചു. അതേപോലെ മാർച്ച് 18-ന് കൊച്ചിയിലേക്ക് വിസ, അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കാനാണ്. അപ്പോൾ വിസയ്ക്ക് വെക്കാൻ കൊച്ചിയിലേക്ക് സ്ലോട്ടില്ല, എനിക്കിനി കുറച്ച് ദിവസവും കൂടി ഉള്ളൂ. കാര്യം മാർച്ച് 10-ന് ജോസഫിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അന്നാണ് അറിഞ്ഞത് എനിക്കിനി മാർച്ച് 31-ന് ഡെഡ് ലൈൻ ആണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. മാർച്ച് 31-ന് മുന്നേ ഞാൻ അവിടെ എത്തിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത് അടുത്തത് നമുക്ക് പുതിയതായിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് മാർച്ച് 18-ന് തന്നെ കൊച്ചിയിലേക്ക് വിസയ്ക്ക് വെക്കുന്ന ഇതില്ലായിരുന്നു. അതുകൊണ്ട് ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോവാം, ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ഞാൻ വിസയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അന്നേരവും വിസ അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ സ്ലോട്ട് അവൈലബിൾ അല്ല. എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പൈസയുടെ ഓപ്ഷൻ, പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അത് കട്ടായി പോവുകയാണ്, ചെയ്യാൻ പറ്റണില്ല. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനെ ഈശോപ്പയും കൂട്ടുപിടിച്ച് ഞാനും അമ്മയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രിത്തേക്കുള്ളതിന് ബാംഗ്ലൂർക്ക് ചെല്ലാവുന്ന രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ രാത്രിയിലാണ് 10:15 ട്രെയിൻ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം ഞങ്ങളങ്ങനെ ഓരോരിടത്തും ദൂരേക്ക് രാത്രിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ജനറലാണ് കിട്ടിയത്. പക്ഷേ കിട്ടിയെങ്കിലും ഞങ്ങൾ ജനറലിൽ കയറാൻ ഞങ്ങൾ അമ്മ മാതാവ് ഈശോപ്പയും ഇതാക്കിയില്ല. ഞങ്ങൾ സ്ലീപ്പറിൽ തന്നെ കയറി കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കയറി. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ TTR വന്നപ്പം പറ്റത്തില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞു ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഇല്ല. ഒന്നാമത് ആൾ കൂടുതലാണ്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത സീറ്റിൽ നിന്ന് അടുത്ത സീറ്റിലേക്ക് പോയി. അവിടെയും വന്ന് TTR ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറാം, മാതാവ് ഈശോപ്പ ഉണ്ടല്ലോ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉള്ള രീതിയിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിന്നു. പക്ഷേ അവിടെ ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്ത് 3-4 പേരുണ്ടായിരുന്നു ജനറലിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയ. പക്ഷേ ഇത്രയും പേര് നിന്നതിൽ എന്നെയും എൻ്റെ അമ്മയും മാത്രം
ഒരു പോലീസുകാരൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കണം, ആലുവ വരെയല്ലേ ഉള്ളൂ, അവർക്ക് രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കണം, അവരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും മാതാവിൻ്റെ ഈശോപ്പയുടെയും വലിയൊരു അനുഗ്രഹം എനിക്കും എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ആലുവ വരെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. നേരെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി, അവിടെ ബാംഗ്ലൂർക്ക് ഇറങ്ങി. അവിടുന്ന് വണ്ടിയിൽ 1 മണിക്കൂർ ഉണ്ടായിരുന്നു VFSC ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ആ ഏജൻസിയിൽ നിന്ന് മാഡം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പൗർണമി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല, നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പൗർണമി ഒന്ന് കയറി സംസാരിച്ച് നോക്കുമോ, അപ്പോൾ എന്താണെന്ന് ഉള്ളതിൻ്റെ കാര്യം, പൗർണമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് സംസാരിച്ച് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴും എനിക്കറിയില്ല, അങ്ങനെ സംസാരിച്ച് ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവരെന്താ പറയുന്നത് നോക്കാൻ. ഞങ്ങൾ നേരെ ചെന്ന് അവിടുത്തെ ബാംഗ്ലൂർ VFSC ഒരു മാളായിരുന്നു, ആ മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് മാതാവ് ഈശോപ്പ തന്നെയാണ് ഇങ്ങനെ പറയുന്നു, നീ ഒന്നും കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു നോക്ക്, ഒന്നും കൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു നോക്ക് എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ അവിടെ വിളിച്ചു, അവിടുത്തെ മെയിൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഒന്നും കൂടെ ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അപ്ലൈ ചെയ്ത് നോക്കുമോ, ഉറപ്പായിട്ടും കിട്ടും സാർ, ഒന്നും കൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ട്രൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് അറിയാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും, നമുക്കത് ട്രൈ ചെയ്ത് എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അടുത്തൊരു റൂം എടുത്ത് അങ്ങോട്ടേക്ക് മാറാം, അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും അമ്മയും ആ മാളിൻ്റെ മുമ്പിൽ നിന്ന് കരയുമോ, ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതാണ് ഞങ്ങൾ വന്നത്. മാതാവിൽ ഈശോപ്പിലെ വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ആ ബാംഗ്ലൂർക്ക് എത്തിയത്. ബാക്കി എല്ലാ മാതാവ് ഈശോപ്പയും തീരുമാനിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് റൂം എടുത്തു. ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നു, ഫ്രഷായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ജപമാല ചൊല്ലി, ഞങ്ങൾ സായന പ്രാർത്ഥനയും പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 മണി സമയമായിരുന്നു. ഒരു 3 മണി സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൗർണമി അപ്പോയിൻമെൻറ്റ് കിട്ടി, പിറ്റേ ദിവസം 20-ാം തീയതി 4 മണിക്കാണ് പൗർണമിയുടെ അപ്പോയിൻമെൻറ്റ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേറെ ആരുടെയും കഴിവോ ഒന്നും കൊണ്ടല്ല, അത് മാതാവ് ഈശോപ്പയും തന്നെയാണെന്ന് ഞാൻ ഏജൻസിയോട് തുറന്ന് തന്നെ പറഞ്ഞു. കാര്യം എനിക്ക് പറയേണ്ട കാര്യമുണ്ട്, കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് മാതാവ് ഈശോപ്പയും തന്നെയാണ്, ഞാൻ ഉറച്ച് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ആയിരുന്നു എനിക്ക് VFSCയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4 മണിക്ക്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അവിടെ കയറിയപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, തൈലം തേച്ച് ഞാൻ കുരിശ് വരച്ച് തേനും കഴിച്ച് ഉപ്പുമായിട്ടാണ് ഞാൻ VFSCയിൽ ഉള്ളിലേക്ക് കയറിയത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു VFSCയിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഞാൻ കയറിയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ എല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചു തരുക, നീ ഇതിലേ പോ, ഇതാണ് നിൻ്റെ വഴി. എല്ലാവരും ഓരോരുത്തരും എന്നോട് പറഞ്ഞു തരുക, ഇതാണ്. ഞാൻ ആ വഴി എല്ലാം പോയി. മാതാവ് ഈശോപ്പയും കറക്റ്റ് സ്ഥലത്ത് തന്നെ എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ അവിടെ നോക്കിയപ്പം ഒരുപാട് കൺട്രിയുടെ ഫ്ലാഗ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പോണ കൺട്രിയുടെ ഫ്ലാഗ് മാത്രം എനിക്കവിടെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് നോക്കിയ സമയത്ത് തന്നെ ഒരു മാഡം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഏത് കൺട്രിയാണെന്ന് ചോദിച്ചു. ഞാൻ ഓസ്ട്രിയ എന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണ്, നമുക്കിവിടെ ഇരിക്കുക, ടോക്കൺ വരും, അപ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതും എന്നെ വിളിച്ചത് മാതാവാണ്. അവിടെ എൻ്റെ അമ്മയ്ക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാര്യം മാതാവിനെ പോലെ ആരായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരാളെടുത്തും ഇത്ര നല്ല രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. എന്നോട് ആ ആൾ പറയുന്നതും എനിക്ക് ഇത്ര നന്നായിട്ട് മനസ്സിലായിട്ടുമില്ല. പക്ഷേ അവിടെ മാതാവ് ഈശോപ്പ ഇടപെട്ടു, എനിക്ക് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എന്താണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു, ഓൾറെഡി ഓസ്ട്രിയ മജിസ്ട്രേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പൗർണമിയുടെ ഇത് ഇച്ചിരി ഡിലേ ആയിരുന്നു, അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യം ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത് ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് ഇതായിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മജിസ്ട്രേറ്റിൻ്റെ മെയിലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം മെയിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതിനെപ്പറ്റിയിട്ട് ഒന്നുമേ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കറക്റ്റ് സമയത്ത് തന്നെ പൗർണമിയുടെ പാസ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ VFSCയിൽ വിസയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു, പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 26-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അതിന് മുന്നേ ഒന്നും പ്രോസസ്സിംഗ് എന്നേ ഉള്ളായിരുന്നു. പക്ഷേ വിസ ഡിസ്പാച്ച് ആയെന്നൊന്നും മെയിൽ വന്നിട്ടില്ല. കാര്യം വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വിസയ്ക്ക് വെക്കാൻ. അപ്പം 26-ാം തീയതി ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ കഴിഞ്ഞു, ഇന്ന് രാവിലെയെങ്കിലും എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കും ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ കൊറിയർ എല്ലാം ഔട്ടായി, ഇനി കൊറിയർ ഒന്നും വരാനില്ല പൗർണമി, മിക്കവാറും തിങ്കളാഴ്ചത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ കൃപാസനത്തിൽ പോവാം, മാതാവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നിൻ്റെ വിസ ഡിസ്പാച്ചായി നമുക്ക് കിട്ടും എന്നുള്ളത് നിൻ്റെ അടുത്ത് വിളിച്ച് പറയും, നീ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൃപാസനം എത്താറാവുന്നതിന് കുറച്ച് മുന്നേ ഒരു 3 മണി സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വന്നു, പൗർണമി വിസ വന്നിട്ടുണ്ട്, വിസ ട്രിവാൻഡ്രത്തേക്ക് ഇതായിട്ടുണ്ട്, പൗർണമി കളക്ട് ചെയ്താൽ മതി.
നാളെ മാർച്ച് 29 ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവാണ്. ഇത്രയും നന്ന അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ പറ്റി. കാര്യം ഞാൻ ഒരുപാട് ദേഷ്യം ഉള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ദേഷ്യം എല്ലാം കുറച്ച് എനിക്ക് എല്ലാവരോടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെരുമാറാനുള്ള അനുഗ്രഹം തന്നു. അതേപോലെ തന്നെ ഞാൻ ഒരിടത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു വെള്ളം കുടിക്കാതെ പോലും തിരിച്ച് വീട്ടിലേക്ക് വരാത്ത ഒരാളാണ്. പക്ഷേ ഒരു കടയിൽ കയറി, പക്ഷേ എനിക്കിപ്പോൾ ഞാനൊരു വെള്ളം കുടിക്കാൻ പോകുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ വെള്ളം കുടിച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും വെള്ളം കുടിക്കാതെ എത്രയോ പേര് റോഡരികിലും കാര്യങ്ങളും ഇരിക്കുന്നു, അവർക്ക് ഫുഡ് മേടിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ഇത് മേടിച്ച് കൊടുക്കാതെ ഞാൻ ഒരു സ്ഥലത്തുനിന്നും വെള്ളം കുടിക്കാറില്ല. അതിൽ എന്നെ മാതാവ് ഈശോപ്പയും വളർത്തി. അതേപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യാനുണ്ട്. ഞാനും എൻ്റെ അമ്മയും ആഴ്ചയിൽ എല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മാതാവിന് ഈശോപ്പയോട് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് RP അപ്രൂവൽ കിട്ടി പിറ്റേന്ന് തന്നെ ഞാൻ 33 പേർക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളത്. പക്ഷേ 18-ാം തീയതി എനിക്ക് പറ്റിയില്ല. ഞാൻ 18-ാം തീയതി തന്നെയാണ് RP വിസയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 21-ാം തീയതി രാവിലെയാണ് ഞാൻ തിരിച്ച് കൊല്ലത്തെത്തിയത്. അമ്മ തന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി ഞാൻ 33 പേർക്കുള്ള ഫുഡ് ഞാൻ ഹോസ്പിറ്റലിലും വഴിയരികിലും എല്ലാം ഞാൻ കൊണ്ടു കൊടുത്തു. കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്, സാക്ഷ്യം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ധ്യാനം കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്, പ്രതീക്ഷണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ഞാൻ ചെല്ലാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കൃപാസന മാതാവ്. അത് ഒരിക്കലും ഞാൻ പറയാതിരിക്കത്തില്ല, എല്ലായിടവും ഞാൻ പറയും. എൻ്റെ അമ്മ മാതാവ് തന്നതാണ് എൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മ മാതാവിനെ. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ മാതാവ് ഈശോപ്പയെ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നു, വിദേശ വിദ്യാഭ്യാസത്തിന് തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ തടസ്സം മാറ്റി കൊടുക്കുന്നു. ഓരോ കാര്യവും അവൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പറഞ്ഞപ്പോഴും ഈശോയിലും അമ്മയിലും കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് മെഴുകുതിരിയിൽ 7 എന്ന നമ്പർ എന്നെ കാണിച്ചായിരുന്നു, മൊബൈൽ വന്നിരുന്നു. ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. 17-ാം തീയതിയാണ്. തിരിയിൽ 7 എന്ന് വെളിപ്പെടുത്തിയപ്പോഴോ ഈ മകൾ വിശ്വസിക്കുകയാണ്, അമ്മയുടെ ദിവസമാണ്. പിന്നീടുള്ള ആ 7-ാം തീയതിയിലുള്ള 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് RP അപ്രൂവലായത്. പിന്നെ ഓരോ കാര്യങ്ങളും ചൊവ്വാഴ്ചയിലാണ് നടന്നതെന്നാണ് ഈ മകൾ പറയുന്നത്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയും അമ്മയും കൂടെയുണ്ട്. അച്ഛൻ്റെ ടോക്കിൽ കൂടെയും എഴുതിൽ കൂടെയും മറ്റ് വ്യക്തികളുടെ സാന്നിധ്യം, മറ്റ് വ്യക്തികളിൽ കൂടെയുമാണ് മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം ഈ മകൾ അടുത്തറിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ നമുക്കൊരു പൂർണ്ണ സുരക്ഷിതയാണുള്ളത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കാം, അവിടുന്ന് നമ്മെ താങ്ങിക്കൊള്ളും. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വായനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ഒക്കെ നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തിപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും കുലുങ്ങാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ അച്ഛനെപ്പോഴും പറയും, വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്, ദൈവത്തോടുള്ള സ്നേഹം നമ്മളെങ്ങനെ കാണിക്കുന്നു എന്ന്. ഈ മകൾ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് ആഹാരം ഉണ്ടോ എന്നുള്ളൊരു കരുണയാണ് മനസ്സിൽ വരുന്നത്. ഇത് ഉടമ്പടി മക്കളെ മാത്രം മറ്റുള്ള മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതാണ്. ആ കാരുണ്യവും ആ സ്നേഹവും മറ്റ് മനുഷ്യരോടുള്ള ആ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുവാനുള്ള ആ സന്മനസ്, ആ സ്നേഹം, ആ ദയ, അതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കരുണയോടെ ദൈവത്തിൻ്റെ പരിപാലനം അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കുവാനും മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പൗർണമി നാളെയാണ്, ഇന്നാണ് ടിക്കറ്റ് വന്നത്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇന്ന് വരുന്നത്. വഴിയിൽ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, കൃപാസന അമ്മ നമുക്കിത് തരുമെന്ന പൂർണ്ണ വിശ്വാസം. കാരണം ടിക്കറ്റ് എടുത്തേക്കാൻ നാളത്തേനാണ്. നോക്കിക്കേ, മഴ വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുടയുമായിട്ട് പോകുന്നത് പോലെ നാളത്തേനുള്ള ടിക്കറ്റ് എടുത്തിട്ട് വിസ വന്നിട്ടില്ല, നമുക്ക് പോകാം, പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ ആലയത്തിലേക്ക് പോകാം, പോകുന്ന വഴിക്ക് നമുക്ക് വിസ വരുമെന്ന പൂർണ്ണ വിശ്വാസം. ഇതാണ് വിശ്വാസം, ഉടമ്പടി വിശ്വാസം, ഉടമ്പടി മക്കളുടെ വിശ്വാസം. ആ പൂർണ്ണ വിശ്വാസത്തോടെ പോകുന്ന വഴിക്കാണ് ടിക്കറ്റ് വരികയും വിസ എല്ലാം റെഡിയാവുകയും നാളത്തേന് ഈ മകൾക്ക് പോകേണ്ടതാണ്. ആ മകള് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും മറന്നില്ല. ഇതാണ് ക്രൈസ്തവ മക്കളുടെ സ്നേഹം, കൃപാസന അമ്മയോടുള്ള സ്നേഹം. നമുക്കും ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗർണമിക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.